Welcome to Leave for Traveling. ഹായ് ഗായ്സ്, ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലീവ് ഫോർ ട്രാവലിങ്ങിൻ്റെ ചാനലിലെ പുതിയ വ്ളോഗാണിത്. കാരണം നമ്മൾ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഞാൻ കുറച്ചൊരു ബ്രേക്ക് ഇട്ടു വ്ളോഗിനൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ. അങ്ങനെ റീസ്റ്റാർട്ടിങ് വിത്ത് ഒരു റിസോർട്ട് വ്ളോഗാണ്. ഈ റിസോർട്ടിൽ ഇന്ന് വരാനായിട്ടൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്നൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. എൻ്റെ ബർത്ത്ഡേ അല്ല കേട്ടോ, ബർത്ത്ഡേയുടെ ആളെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് ഗിറ്റ്സ് ബേബി. സോ ഗിറ്റ്സിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ആള് ഭയങ്കര ജാടയിലാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയ് ഗിറ്റ്സ് ബേബി, സേ ഹായ്, സേ ഹായ്. ഗിറ്റ്സിൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും ഞങ്ങൾ റിസോർട്ടിൽ അവനെ കൊണ്ടുപോകാറുണ്ട്. ചില വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുമുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു ഇവൻ്റെ 5th ബർത്ത്ഡേ ആണ്. സോ ഞങ്ങൾ സെലക്ട് ചെയ്ത് ബൂണ്ട് റിസോർട്ടാണ്, ബാംഗ്ലൂർ. ശരിക്കും ഒരു വണ്ടർഫുൾ റിസോർട്ടാണ്. അവന് ശരിക്കും ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഗിറ്റ്സ് നടക്കുവാണ്, എല്ലാം അറിയുന്ന പോലെ ഒരു നടത്തം. അങ്ങനെ ഞങ്ങളുടെ പ്രൈവറ്റ് പൂൾ പ്ലജ് വില്ല കോട്ടേജിലെത്തി. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ കുറച്ച് ക്വാർട്ടേഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ നേരത്തെ റിസർവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഞാൻ ഉള്ളിലേക്ക് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് എങ്ങനെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, നമ്മുടെ സ്റ്റേ എങ്ങനെയാണെന്നുള്ളത്. ഇത് കംപ്ലീറ്റ്ലി വുഡൻ കോട്ടേജ് ആണ്. അപ്പം അതിൻ്റെ ഒരു ഭംഗി എന്തായാലും ഉണ്ടാവും. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ഹാൾ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വാഷ്റൂം, പിന്നെ ബെഡ്റൂം എല്ലാം ശരിക്കും ഒരു കംപ്ലീറ്റ് ഹൗസിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന പോലെ ഉള്ള പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഔട്ടർ ഏരിയ ആണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം, അതിൻ്റെ വ്യൂ ഡോറ് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് ജസ്റ്റ് പൂള്. ഞങ്ങൾ താമസിക്കുന്ന കോട്ടേജിൽ തന്നെയുള്ള പൂളും സിറ്റിംഗ് ഏരിയ ആണ്. അതൊരു കിഡിലം അട്രാക്ഷൻ ആണ്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ബെഡ്റൂം. അതിൻ്റെ സൈഡിൽ ഏറ്റവും എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത ഈ സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ് അവിടെ ഇരുന്നുള്ള വ്യൂവും കാര്യങ്ങളും റിലാക്സ് ചെയ്യാനായിട്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്ന് പിന്നെ നമ്മൾ വാഷ്റൂമിലേക്ക് എൻറ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറത്തേക്കുള്ള ഇതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പൂള്. അപ്പം ഏത് ടൈമിൽ വേണോ നമുക്ക് എൻജോയ് ചെയ്യാൻ പൂള്, അങ്ങനെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലല്ലോ. ഇത് കംപ്ലീറ്റ് നമ്മുടെ പ്രൈവസിയാണ്. അപ്പോൾ വളരെ അടിപൊളിയാണ് ആ ഒരു സെറ്റപ്പ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പൂളിൽ ഇറങ്ങി കിടക്കാം. അപ്പോൾ എനിക്കും എൻ്റെ കിഡ്സിനും കൂടെ ഇതിന് കളിക്കാം. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. എല്ലാം ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ, എല്ലാം പഠിക്കുകയാണ്, എവിടെയാണ് എന്തൊക്കെയാണ്. അവനാണ് ഇതിൻ്റെ റൂട്ട് മാപ്പ് എല്ലാം ഇപ്പോൾ പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷറി മീറ്റ് പ്രൈവസി, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോട്ടേജിൽ എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഒരു കപ്പിൾസിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ്. പിന്നെ ഞങ്ങൾ അടുത്ത് എല്ലായിടും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ലഞ്ചിൻ്റെ ടൈം ആയല്ലോ, അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ ഇവിടെ വെജിറ്റേറിയൻ ആണ് എല്ലാം കിട്ടുള്ളൂ, നമുക്ക് നോൺ വെജ് ഓപ്ഷൻ ഇവിടെ അവൈലബിൾ അല്ല. അതൊരു ചെറിയ പ്രശ്നമാണ്. നോൺ വെജ് വേണമെങ്കിൽ നമ്മൾ പിന്നെ പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ കോട്ടേജിൽ സെർവ് ചെയ്യും. അല്ലാതെ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനെയൊക്കെ, അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഞ്ച് വരാറായിട്ടുണ്ട്, അതുവരെ കിഡ്സും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഗിറ്റ്സ് ബേബി കമ്മിയാ, ഇത് എവിടെയാണ് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്നത്? ഒരിടത്ത് അവൻ റെസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. പിന്നെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഒരു രക്ഷയില്ല കേട്ടോ. അല്ല ഒരു അടിപൊളി, ഇത്രയും ഹ്യൂജ് സ്വിമ്മിംഗ് പൂളാണ്. വളരെ അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുമുണ്ട്. ഈവനിങ് നല്ല അടിപൊളി ചായയാണ്. അതിൻ്റെ കൂടെ ഞങ്ങളൊരു ബജ്ജി പ്ലേറ്റേഴ്സ് ഓർഡർ ചെയ്തു. ഗിറ്റ്സ് ബേബിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതിന്റെ നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന്
കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ശരിക്കും കിട്ടിലോട്ടോ, ഇവിടുത്തെ നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങി ഗിഡ്സുമായിട്ട്. ഇവിടെ എല്ലാ കോട്ടേജസും കാണാൻ സിമിലർ ആണ്, എല്ലാത്തിനും ഓരോ വാക്ക് വേ ആണ്. പക്ഷെ എൻ്റെ ഗിഡ്സു ബേബി കറക്റ്റ് ആയിട്ട് നമ്മുടെ കോട്ടേജ് ഏതാണോ അതിന്റെ മുന്നിൽ പോയി കറക്റ്റ് നിൽക്കും. അത് കാരണം നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞങ്ങളെക്കാളും അവന് റൂട്ട് ക്ലിയർ ആണ്. ഏത് കോട്ടേജിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്, എവിടെയാ കറക്റ്റ് പോണ്ടതാ, അവനാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. അവൻ നമ്മളെ കറക്റ്റ് ആയിട്ട് കോട്ടേജിന്റെ മുന്നേ കൊണ്ട് നിർത്തി ഇതാണ് നമ്മുടെ കോട്ടേജ്, ഓപ്പൺ ചെയ്തോളൂ എന്നുള്ള മട്ടിലാണ് ആള്. പക്ഷെ ഇവിടുത്തെ കോട്ടേജ് ഒക്കെ വളരെ സൂപ്പർ ആട്ടോ. ശരിക്കും നല്ലൊരു പ്ലസന്റ് സ്റ്റേ ആണ് ഇവിടെ. കാം ആൻഡ് ഒരു ശരിക്കും ഒരു ഫോറസ്റ്റിന്റെ ഉള്ളില് നമ്മളൊരു കോട്ടേജിൽ താമസിക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും അത് ഇവിടെ വന്ന് തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ സിറ്റി ലൈഫിൽ ഇതിൽ ശരിക്കും ഒരു കൂൾ കാം റിലാക്സ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ശരിക്കും ഞങ്ങൾ. ഇവിടെ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, പക്ഷെ ഇവരൊരു നല്ലൊരു ഗെയിംസ് റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡോർ ഗെയിംസിന്. പിന്നെ അവിടെ തന്നെ ഒരു ചെറിയ ലൈബ്രറി, പിന്നെ കുറേ സൈക്കിൾസ് ഇത് വെച്ചിട്ടുണ്ട്, നമുക്കതൊക്കെ എടുത്തൊന്ന് കറങ്ങാം ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ അങ്ങനെ കുറച്ചൊരു ഇൻഡോർ ഗെയിംസ് ഒരു റൂമിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്കൊരു ടൈം പാസ് ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല ക്ലീൻ ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ക്രിക്കറ്റ് കളിക്കാം, ഷട്ടിൽ കളിക്കാം, അതൊക്കെ ഇവരിവിടെ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ടീമൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നന്നായിരിക്കും. നമുക്കൊരു ടൈം പാസ് ആണ് എല്ലാ സംഭവം. ബാറ്റൊക്കെ ഇവരിവിടെ വെച്ചിട്ടുണ്ട് റാക്കിൽ. പിന്നെ ഷട്ടിൽ ബാറ്റ് ഉണ്ട്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, ബോൾ ഉണ്ട്, പിന്നെ ക്യാരംസ് ഉണ്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്ത് കിട്ടും എന്ന് ആലോചിച്ചിരിക്കുകയാണ് ആള്. എല്ലാം കളിച്ച് തകർത്തിട്ട് ഇനി വരത്തുള്ളൂ. അങ്ങനെ നെക്സ്റ്റ് ഇനി അടുത്തൊരു റൂമുണ്ട്. നന്നായി. ഇതെല്ലാം നടക്കുവോ, എന്താ സംഭവം? പോരെ അതാ അടുത്ത തന്നെ. ഇനി നമ്മളിവിടെയൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് കറങ്ങി നടക്കുവാണ്. എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ ഗിറ്റ്സുക്കുട്ടനെയും ഇവിടെ ഒന്നും കാണാനില്ല. ഞാൻ അവരെ തപ്പി നടക്കുവാണ് രാവിലെ തന്നെ. ഗെയിംസ് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങോട്ട് മുങ്ങി. ഗിറ്റ്സു, ഗിറ്റ്സു, ഒരു ആക്സിഡന്റ് നടന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മുടെ ഗിറ്റ്സു അറിയാതെ വീണുപോയി. അവൻ ഗ്രീൻ കളർ വാട്ടർ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഗ്രാസ് ആണെന്ന്. പാവം, ഇതിനകത്ത് വീണ ശരിക്കും പേടിച്ചു ആള്. ഞങ്ങൾ തിരിച്ചെടുത്തു. ഇനിയിപ്പോ അവനാകെ നനഞ്ഞു കുളിച്ചിട്ടാണ് വരുന്നത്. രക്ഷപ്പെട്ട് ഓടി വരുന്നതാണ് ആശൻ. ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഏരിയ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ചെറുതാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. അപ്പം കിഡ്സ് വന്നാലും അങ്ങനെ അവർക്ക് ബോറൊന്നും അടിക്കത്തില്ല.
ഫസ്റ്റ് സ്റ്റേ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ചെക്കൗട്ട് ചെയ്യാൻ പോകണ റിസോർട്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് സ്വിമ്മിംഗ് പൂളും കൂടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ വലിയ സ്വിമ്മിംഗ് പൂളാണ്. നമ്മുടെ പൂൾ കോട്ടേജ് ആയിരുന്നു, അവിടെയും ഒരു ചെറിയ പൂളുണ്ട്, അതൊരു പ്രൈവറ്റ് പൂളാണ്. പക്ഷേ ഇവിടെ മെയിൻ പൂൾ എന്ന് പറയുന്നത് ഭയങ്കര വലിയ പൂളാണ്. അപ്പോൾ സോ ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്യും. അങ്ങനെ ഗിഡ്സുവിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഒരു വണ്ടർഫുൾ ഈവനിങ് ആയിരുന്നു ഇവിടെ. പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പിന്നെ പറയണ്ട, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ രാവിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഐറ്റംസൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാണ്. എന്തായാലും നല്ലൊരു സ്റ്റേ തന്നെയാണ്, നല്ല പീസ്ഫുള്ളായിട്ട് കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പ്രൈവസി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. ഫാമിലീസിനാണെങ്കിലും ഒരു ഔട്ടിംഗ് ആണെങ്കിലും ഒരു 1 ഡേ സ്റ്റേക്ക് ഒരു പറ്റിയ പ്ലേസാണ്. സോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ് ഫ്രം ലീവ് ഫോർ ട്രാവലിംഗ്.